ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമദാനിന്റെ പകുതി പിന്നിട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ നിർവഹിച്ച നമ്മുടെ ഇബാദത്തുകൾ നിർബന്ധവും സുന്നത്തുമായ കർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകൾ, ചെറുതും വലുതുമായ നന്മകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനം അലങ്കരിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിന്റെ ചില ഹദീസുകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇനി ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മള് 14 നൂറ്റാണ്ട് കഴിഞ്ഞ മുസ്ലിം ഉമ്മത്തിലെ അനുയായികളാണ്. 14 നൂറ്റാണ്ട് കഴിഞ്ഞ മുസ്ലിം ഉമ്മത്തിലെ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തിയ അനേകം കാര്യങ്ങളിൽ നിന്ന് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലം കുറെ കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒരിക്കൽ വിസ്മരിച്ചു പോകുകയോ അല്ലെങ്കിൽ ആളുകൾ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോകുകയെല്ലാം ചെയ്തേക്കാം. അത് നമ്മൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ഹദീസുകൾ കാണാം. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഗരീബ. ഇസ്ലാം വരുന്ന സമയത്ത് ഒരു അപരിചിതത്വമാണ്, ആർക്കും ഒന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച അതേ വിഷയം തന്നെയാണ്. ഇബ്രാഹിം നബി പഠിപ്പിച്ച അതേ തൗഹീദാണ്. ആ കഅബ പടുത്തുയർത്തുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളോട് പറഞ്ഞ അതേ വിഷയം. പക്ഷെ ആളുകൾക്ക് അത് തോന്നിയൊരു പുതുമയായിട്ടാണ്. ഇതൊരു പുതിയ വിഷയമാണല്ലോ. സ്വാബിനി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. ഒരു പുത്തൻവാദി എന്നാണ്. പുത്തൻവാദി എന്നുള്ളത് മക്ക മുശ്രിക്കുകൾ പ്രവാചകന്റെ പിതൃവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരാണ്. സ്വാബി, മതം മാറിയവൻ, പുതിയ മതത്തിന്റെ ആള്. ഞാൻ പറഞ്ഞത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇപ്പൊ ഞാൻ വരുമ്പോ ഞാൻ എനിക്ക് കിട്ടിയ വഹി അനുസരിച്ച് ആളുകളോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഇത് പുതിയതാണ്, ഇത് ഞങ്ങൾക്ക് പരിചയമല്ല, ഇത് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഞങ്ങളുടെ കാരണന്മാർ പരിചയമില്ലാത്ത വിഷയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതേ ഒരു അവസ്ഥ ഇസ്ലാം സമ്പൂർണമായി ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം പൂർത്തിയായി കുറെ കാലം കഴിയുമ്പോ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച വിഷയങ്ങളെല്ലാം ജനങ്ങളോട് നിങ്ങൾ പറയുമ്പോ ഇത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഇതൊരു പുതിയ ഇതുവരെ ഏത് പള്ളിയിലും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിലൊന്നും കേട്ടില്ല, ഞങ്ങളുടെ കാരണന്മാർ ഇതിലൂടെ പള്ളി ഉണ്ടാക്കി വർഷങ്ങളായി, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്നൊരു പറയും എന്ന് റസൂൽ പറയാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആവശ്യം ഇപ്പോഴത്തെ ക്ലാസിന്റെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഹദീസ് പ്രകാരമാണ് മൻ അഹ്യ സുന്നത്തൻ മിൻ സുന്നത്തി, എന്റെ സുന്നത്തുകൾപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് ഫഖദ് ഉമീതത്, അത് മയ്യത്തായിട്ടുണ്ടാവും. അതായത് ആളുകൾ ചെയ്യാതെ അത് ആളുകൾക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു സുന്നത്തുണ്ട് എന്ന് തന്നെ ആളുകൾക്ക് അറിയാത്ത കുറെ സുന്നത്തുകൾ, നമ്മൾ ചെയ്ത് ശീലമില്ലാത്ത കുറെ സുന്നത്തുകൾ. ഇപ്പൊ റസൂൽ പറയണേ, നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിർജീവമായി പോയ എന്റെ സുന്നത്തുകൾ, ഞാൻ പഠിപ്പിച്ച ജീവിതചര്യകൾ,
അത് ആര് ജീവിപ്പിക്കുന്നുവോ അവർക്ക് അത് ചെയ്ത ആളുകളുടെ അതേ പ്രതിഫലം അത് ജീവിപ്പിച്ച ആളുകൾക്ക് കിട്ടും. ചെയ്ത ആളുകൾക്ക് അവരുടെ പ്രതിഫലം ഒട്ടും കുറയാതെ അവർക്ക് ലഭിക്കുന്ന പോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ആവശ്യം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ജീവിതത്തിൽ പ്രവാചകൻ കാണിച്ചു തന്ന, സഹാബത്തിന് പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ വളരെ ചെറുതായിരിക്കും. അത് ആളുകൾ ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ പുതിയൊരു അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പകർത്തുകയാണ്, ആളുകളോട് ചെയ്യാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യണേ, നിങ്ങൾക്ക് ചെയ്താൽ ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആളുകൾ ചെയ്യുമ്പോണ്ടാവും. അപ്പൊ അത് വീണ്ടും ജീവിപ്പിക്കുന്നു. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത ആള് അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിച്ച ആളുകൾക്ക് അത് ചെയ്ത ആളുകളുടെ അതേ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പൊ നമ്മള് സത്യത്തില് ഞാനിങ്ങനെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മളല്ല അതിന്റെ ആളുകളാണ്. നമ്മളിത് റെക്കോർഡാക്കുന്നു, നമ്മൾ ഗ്രൂപ്പിലേക്ക് അയക്കുന്നു, നമ്മൾ പല ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ ദീനി വരണം. നമ്മൾ വെറും ശ്രോതാക്കളല്ല. സത്യത്തില് നമ്മൾ കേൾവിക്കാരാണെങ്കിലും നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ ഫാമിലി ഇപ്പൊ നോക്കാം, നമ്മൾ ചില ഹദീസുകളിൽ പറയും നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ മക്കളോട്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളോട്, ഇവരോടൊക്കെ നമ്മുടെ സംസാരത്തിൽ ദീനി വരണം. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം, അത് പറഞ്ഞ് നമുക്ക് ആ വിഷയം നമുക്ക് തുടങ്ങാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളൂവിന്റെ അദബുകളായി പഠിപ്പിച്ച കുറെ വിഷയങ്ങളുണ്ട്. ഉളൂവിന്റെ അദബ്, ഉളൂ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറെ അദബുകൾ. അപ്പൊ നമ്മളെപ്പോഴും ഞാനൊരു ഇമാമാണ് പള്ളിയിൽ. ഇപ്പൊ സ്വാഭാവികമായിട്ട് പള്ളിയിൽ ഉളൂ എടുക്കുന്ന ആളുകൾ നമ്മൾ വാച്ച് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പള്ളിയിൽ ഒരു ഇമാമായിട്ട് ഇക്കാമത്തോടുത്ത് നിസ്കരിച്ചു, യാ അല്ലാഹ് പോയി റൂമിൽ പോയിരുന്നു, അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്യൂട്ടി വെറും ഇക്കാമത്തോട് നിസ്കരിക്കുകയും അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയിരിക്കല്ല. വന്ന ആളുകളെ വാച്ച് ചെയ്യണം, ഓരോ സഹായം സ്ക്രീൻ ചെയ്യാൻ. ശരിക്കും അവരുടെ വേഷം, അവരെ പിന്നെ ഉളുവെടുക്കുന്ന ഭാഗങ്ങൾ നനയുന്നുണ്ടോ എന്ന്. ഒരു സഹാബി കടന്നു വന്നു, ആ സഹാബിയുടെ നഖത്തിന്റെ ഒരു ഭാഗം നനഞ്ഞിട്ടില്ല. നഖം എത്ര ഉണ്ടാവും? കാലിന് നഖം എത്ര ഉണ്ടാവും? ഗഫൂർക്ക കുറച്ചുണ്ടാവും. അപ്പൊ റസൂലിന്റെ പറയോ? അപ്പൊ നമ്മളാണെങ്കിൽ ഇമാം മുസ്ലിമിന്റെ ഹദീസ്, അപ്പൊ നമ്മളാണെങ്കിൽ അയാൾ പറയുന്നത് അതെ ഈ കാലിന്റെ ഈ നഖത്തിന് ഭാഗം നനഞ്ഞിട്ടില്ല. അയാൾ എന്താ ചെയ്യാച്ചാൽ വേഗം പോയിട്ട് പൈപ്പ് ഓൺ ആക്കിയിട്ട് ആ കാലിൽ ആ നഖത്തിന് ഭാഗം നനയ്ക്കും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ നഖത്തിലാക്കും, തിരിച്ചു വരും. റസൂൽ ഇറിച്ച് തിരിച്ചു പോകും, ഒന്നുകൂടി ഒന്നു കൊടുക്കാൻ പറഞ്ഞു. ആദ്യം ഒന്നു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും ചില ആളുകൾ പിന്നെ നമസ്കാരം ശ്രദ്ധിക്കും, അവർ ഒന്നു ശ്രദ്ധിക്കും, പിന്നെ വളരെ ഗൗരവമാണ്. അപ്പൊ കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഇബാദത്തിന്റെ വിഷയമാണ്. ഇതിന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റില്ല, ഇതിന് വളരെ കൃത്യമായിരിക്കണം. അപ്പൊ ഞാൻ ഒരൊറ്റ ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇപ്പൊ നമ്മളെല്ലാരും ഒന്നും എടുത്തിട്ടോ, നമ്മളെല്ലാം ഓരോ വക്തും ഒന്നും എടുക്കുന്നുണ്ട്. നമുക്കിത് ക്ലാസ് ആയതുകൊണ്ടേ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മള് കാല് കഴുകിയപ്പോ നമ്മൾ എങ്ങനെ കഴുകിയത്? നമ്മള് ഹക്ക് പറയാ, അതായത് കാല് കഴുകിയപ്പോ വെറുതെ പൈപ്പ് തിരിച്ചിട്ട് ഇങ്ങനെ കാലുമാക്കി ഇങ്ങനെ ആക്കി ഇങ്ങനെയാണോ പോകുന്നത്? നമ്മളെല്ലാരും കാണണ്ടല്ലോ അല്ലെ? അതല്ല, കാൽ വിരലുകൾക്കിടയിൽ പ്രവേശിപ്പിച്ചോ? നിങ്ങൾ പറയും. ഞാൻ ഹദീസ് വായിച്ചാൽ കേട്ടോ. ഇതാ തവല്ല ഫഖല്ലിൽ ബൈന അസാബിഇ യദൈൻ വരിജ്ലൈക്. ഉളു എടുത്താല് ഉളു എടുക്കുമ്പോ വിരലുകൾ ഇങ്ങനെ വിടർത്തുക. വിരലുകൾക്കിടെ കൈവിരലുകൾക്കിടയിൽ പ്രവേശിപ്പിക്കുക. വരിജിലെ കാൽ വിരലുകൾക്കിടയിലും പ്രവേശിപ്പിക്കുക. അപ്പൊ കൈ എടുക്കുമ്പോ ഇങ്ങനെല്ലാം ഒന്നും എടുക്കുക. ഇങ്ങനെ എടുക്കുന്നതോടൊപ്പം തന്നെ കൈകൾ ഇങ്ങനെയും ഒന്ന്. രണ്ട്, അതേ കൈകൾ ഒന്നും എടുക്കുമ്പോ കാലിലേക്ക് എന്ത് ചെയ്യണം? കാൽ വിരലുകൾക്കിടയിലൂടെ പ്രവേശിപ്പിക്കണം. ചോദ്യം ഇതാണ്, ഇങ്ങനെ ചെയ്തെങ്കിലേ ആ ഉദു സ്വീകരിക്കുള്ളൂ. എന്താ റസൂലിന് പേടി? അത്ര അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്തോണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ ചെയ്യാം. പണ്ടത്തെ നമുക്കറിയാം, പഴയ പള്ളികൾ നമുക്കറിയാം. ആ പള്ളിയിൽ ഇരിക്കാൻ സംവിധാനം ഉണ്ട്, ഒന്നു കൊടുത്തിട്ട് അല്ലെ? ഒന്നു കൊടുത്ത് ഇരിക്കുമ്പോൾ ചെറിയ തിട്ടുണ്ടാവും. ഹൗദിലൊക്കെ ചെറിയ ഹൗദിന് ചുറ്റും പണ്ടത്തെ പള്ളികളൊക്കെ
ഒരു ചെറിയ എന്താ തിട്ടേറെ ഇരിക്കാനാണ്. എങ്ങനെ ഇരിക്കുന്നത്? ഇരുന്ന സിമ്പിൾ ഈ പ്രോസസ് നടക്കും. ശരി, നമുക്ക് കുഞ്ഞൊന്നും വേണ്ട, നമുക്ക് അവിടെ ഇരുന്നെ കാൽ വിരലുകൾക്കിടയിൽ കൈവിരലുകൾ പ്രവേശിപ്പിക്കാം. അതിന്റെ രീതിയാണ്. നമ്മളങ്ങനെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അത് നിങ്ങൾ വിളിച്ചു വരുത്തിയാൽ സ്വലാത്തിന് ബാധിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രബലമായി പഠിപ്പിച്ച ഉദൂന്റെ ഒരു ഘടകമാണ്. അതേപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുക. ആരാ വെള്ളം കയറ്റുന്നത്? വിരലാണ് പലരും പോകുന്നത്. മൂക്ക് വൃത്തിയാക്കും. മൂക്കിൽ വിരല് കയറ്റാനല്ല പറഞ്ഞത്, മൂക്കിൽ വിരല് കയറ്റാനല്ലോ പറഞ്ഞത്, ബാരി ഫിലിസ്തീൻ ഷാ വെള്ളം കയറ്റാനാ പറഞ്ഞത്. അപ്പൊ ആളുകളൊക്കെ എന്ത് ചെയ്തു? വെള്ളത്തിന് വേറെ വിരലായി. പക്ഷെ വെള്ളം ഇല്ലാത്ത കുരുസായ്മൻ നോമ്പുകാർ ഒഴികെ. നോമ്പുകാർക്ക് വേണ്ട, നോമ്പുകാരൻ നേരുന്ന കാരണം മൂക്കിലൂടെ അത് ഉള്ളിലേക്ക് എത്തുന്ന ഒരു വഴിയാണ്. അപ്പൊ അതൊരു നോമ്പുകാർക്ക് ഒരു വിട്ടുവീഴ്ചയുണ്ട്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. നമ്മൾ ഓരോ വിഭാഗത്തോടും ഒന്നുകൂടി ഇങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മളിത്ര 19 വർഷമായിട്ട് ഒന്നും എടുത്തിട്ട് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഹദീസിലതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ വിഷയങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മൾ ജീവിപ്പിക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാലോ ഇമാം ബുഖാരിയെ, സഹീഹ് ബുഖാരി ഗ്രന്ഥകർത്താവ്. അദ്ദേഹം പറയുന്നത് അഫ്ളലുൽ മുസ്ലിമീന റജുലുൻ അഹ്യാ സുന്നത്തൻ മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉമീതത്. പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ട് നിർജീവമായിട്ട് അതിനെ ജീവിപ്പിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ. അവരൊക്കെ ചെയ്ത ഡ്യൂട്ടിയാണ് പ്രവാചക ഹദീസുകളെ ക്രോഡീകരിച്ച് അത് ഗ്രന്ഥരൂപത്താക്കാനൊക്കെ അവർക്ക് പ്രചോദനമായത്. ഇത് നഷ്ടപ്പെടരുത്, നമ്മളെ നബി പഠിപ്പിച്ച സുന്നത്തിനെ നഷ്ടപ്പെടരുത്. ഇൻഷാ അല്ലാഹ് ചില ഹദീസുകൾ പഠിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പഠിക്കാം. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിൽ നിന്ന് ഇങ്ങനെ പ്രവാചകൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മൾ പറയലോ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് അല്ലെ, നമ്മൾ പറയുന്നുണ്ട്. എന്താ പറയുക, ഒരാളെ കണ്ടാൽ അറിയാം ആൾ സന്തോഷവാനാണോ. എന്നെ കാണുമ്പോൾ തോന്നുന്നത് സന്തോഷം അല്ലെ, സീലങ്ങ തോന്നുന്നത് ഹാപ്പി അല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം തീരുന്ന പറയാന് നല്ല മുഖപ്രസന്നതയോട് നല്ല സന്തോഷത്തോടെ വന്നപ്പോ സഹാബികൾ ചോദിച്ചു, റസൂൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണെന്ന് എന്നാ പറയാ, നല്ല സുഖമാണോ നിങ്ങൾക്ക് സുഖമാണോ? അപ്പൊ റസൂൽ പറഞ്ഞു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ റസൂൽ സുഖാണോ എന്ന് ചോദിച്ചപ്പോ റസൂലിന്റെ മറുപടി അൽഹംദുലില്ലാ. ഇത് എന്തിനാ പറഞ്ഞറിയോ? നമ്മൾ ചോദിക്കണം. ഇപ്പൊ നമ്മൾ വീട്ടിൽ പോകില്ലേ, ഭാര്യമാരോട് ഉണ്ടെങ്കിൽ ഹദീസ് കേൾക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഭാര്യമാരുള്ളവർക്ക് കൈപൊക്കി, കൂടെ വന്നവര് വന്നവരൊന്ന് വന്നവരെ കൈവക്കാൻ വന്നവര് അത് എനിക്കറിയാൻ വേണ്ടി ചോദിച്ചാൽ എന്താണ് എന്ന് വേറൊന്നല്ല. അതായത് ഇല്ലാത്തൊഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാറിയോ, ഭാര്യയോട് ചോദിക്കുക, എടി സുഖാണോ? എന്ത് പറയണം? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്താ പറഞ്ഞെന്നുള്ളത്. പറയണ്ടേ? റസൂലുള്ളാഹിന്റെ സുന്നത്താണത്. സുഖാണോ ചോദിച്ചാൽ എന്ത് ചെയ്യണം? എത്ര വിഷമാണെങ്കിലും ആർക്കാ പ്രയാസമില്ലാത്തത്? ദുനിയാവിൽ ആർക്കാ വിഷമങ്ങൾ? റസൂലുള്ള ഏറ്റവും വലിയ ഫക്കീറാണ്, മിസ്കീനാണ്. റസൂലുള്ള തീരുന്നുണ്ട്, മാനസിക സന്തോഷമാണ് പ്രവാചകൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ. അപ്പൊ നമ്മൾ എന്താ അറിയോ, ഇപ്പൊ നമ്മൾ കച്ചവടക്കാരൻ ചോദിച്ചു നോക്കി, ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ പോണു 10 വായ തുറന്നിട്ട് ഒരു അൽഹംദുലില്ലാ ഒരു അൽഹംദുലില്ലാ പറയും. അത് സുന്നത്താണ് പ്രവാചകന്. അതിന് വലിയ ഗുണമുണ്ട്. അതേ പറഞ്ഞത്. ഇത് എവിടെ തുടങ്ങണമെന്നറിയോ? ഈ നേരെ വീട്ടിൽ നിന്ന്. ഇത് വലിയ പ്രസംഗം വലിയതല്ല, സിമ്പിൾ വിഷയമാണ്. ഇത് വീട്ടിൽ നിന്ന് തുടങ്ങണം. ചോദിക്കുന്നവരുണ്ട് ഭാര്യയോട്, എന്നെക്കൊണ്ട് ഞാൻ പറയാ വെച്ചാൽ ചിലപ്പോ ഭാര്യ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുമെങ്കിൽ സുഖാണോ എന്നൊക്കെ ചോദിക്കാൻ, അങ്ങനെ ചോദിക്കണം. നമ്മുടെ മക്കളോട് ചോദിക്കണം, കുട്ടികളെ സുഖാണോ? ചിലപ്പോൾ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറുപ്പക്കാർ കുട്ടികള് പിന്നെ പ്രായപൂർത്തി കുട്ടികളുണ്ടാവും. എന്നാലും ചോദിക്കണം. പക്ഷേ വിളിച്ചിട്ട് PSലുള്ള മക്കളൊക്കെ എന്ത് വേണം, സുഖാണോ? എന്ത് പറയണം? മറുപടി പറയണ്ട. ക്ലാസ് കഴിഞ്ഞാൽ ചോദിക്കും, പിന്നെ കാണുമ്പോഴേ അത് പറയണം. അതാണ് ദീന്. ബാക്കി പ്രയാസങ്ങൾ വിളിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോളെ അല്ലെങ്കിൽ മോനെ, ഇത്
സുഖമാണോ ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് സ്തുതിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരാള് നിങ്ങൾ നോക്കി, നമ്മളൊന്നും ഞാൻ പറഞ്ഞേ സ്വഹാബികളുടെ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കുട്ടി മരിച്ചിട്ടാണ് ഒരാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇന്നടക്കം പിന്നെ ഒരു കുട്ടി മരണപ്പെട്ടപ്പോ അൽഹംദുലില്ലാഹ് അതൊരു പരീക്ഷണമാണ്. നിങ്ങൾ ആഴ്ചയ്ക്ക് അള്ളാഹ്, പക്ഷെ ആ പരീക്ഷണത്തിന് പോലും ഇസ്തിഗ്ഫാർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി, കാരണം അത് അള്ളാഹുള്ള എനിക്ക് തന്നെ അത് എന്റെ ഹൈറാണ്. കാരണം എന്താ അറിയോ, ചിലപ്പോ നമ്മൾ സ്വർഗത്തിലെത്തും നമ്മുടെ മക്കളെ കൊണ്ടായിരിക്കും. ഇപ്പോ പ്രസവം കാരണം മരിക്കുന്ന സ്ത്രീകളെ ഷഹീദിന്റെ പദവിയാണ്. ആ കുട്ടി കാരനാണ് ആ ഉമ്മ സ്വർഗത്ത് പോകുന്നത്, ആ ഉമ്മയുടെ അമല് കൊണ്ടല്ല. ഒരു സഹാബി എപ്പോഴും കുട്ടിയായിട്ട് ക്ലാസ്സിൽ വരും, ചെറിയ കുട്ടിയായിട്ട്. അപ്പൊ കുട്ടികളെ ചാടി ക്ലാസ്സിലേക്ക് ഓടിക്കളിക്കും. കുറച്ച് നേരം സഹാബിയെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എന്റെ സഹാബി ക്ലാസ്സിലൊന്നും കാണാത്തത്. അപ്പൊ സഹാബിയുടെ റസൂൽ അദ്ദേഹത്തിന്റെ കുട്ടി, നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരുന്ന കുട്ടി മരണപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു ഫീൽഡ് സംഘം ഒരു പ്രയാസം കൊണ്ട് വരുന്നില്ല, അദ്ദേഹത്തെ വിളിക്കാൻ ആളെ വിട്ടു, കൊണ്ടുവന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ കുട്ടി ഇഷ്ടമാണോ? ആ, എനിക്ക് റസൂൽ നല്ല ഇഷ്ടമാണ്. എങ്കിലും നാളെ പരലോകത്തെത്തുമ്പോ നിങ്ങളുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. എങ്കിൽ അങ്ങനെ നടക്കും. നിങ്ങളുടെ കുട്ടി ആ നാളെ പരലോകത്ത് നിങ്ങളുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രമിച്ചാൽ മതിയാണ്. അപ്പൊ എന്തായി? നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു വിഷമാണെങ്കിലും ആ പ്രയാസമാണ് നമ്മൾ ചിലപ്പോൾ സ്വർഗത്തിലേക്ക് എത്തിക്കുക. ഒരു ഇമ്രാത്തുൻ സൗദാ എന്നൊരു ഹദീസ് സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. റസൂൽ ആ സ്ത്രീ ഒരു കറുത്ത സ്ത്രീ എന്നാണ് ഇമ്രാത്തുൻ സൗദാ. അപ്പൊ റസൂൽ അത് നടന്നു പോകുമ്പോ ആ സ്ത്രീ നടന്നു പോകുമ്പോൾ സഹാബിയോട് പറയും, അതെ ആ സ്ത്രീ നമുക്ക് സ്വർഗാവകാശ സ്ത്രീയെ കാണണോ, ഈ സ്ത്രീയെ നോക്കിക്കൊള്ളുമ്പോ അപ്പൊ ഇല്ലണ്ട് എന്ത് റസൂൽ അവൻ സ്വർഗത്ത് പോവാൻ? ആ, അവർക്കൊരു അസുഖമുണ്ട്, പിന്നെ അപസ്മാരം. അപ്പൊ അവരൊരു നബിയോട് പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഞാൻ ദുആ ചെയ്ത് ശിഫയാവും, ശമനം കിട്ടും. പക്ഷെ നിനക്കത് മാറാതിരിക്കുന്നതാണ് നിനക്ക് പരലോകത്ത് കൂടോ? കാരണം വെച്ചാൽ റസൂലിന്റെ വഹി റസൂൽ സ്വന്തം സംസാരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ദുആ ചെയ്താൽ നമ്മ ശിഫയാകും, പക്ഷെ ചിലപ്പോൾ ഈ രോഗമായിരിക്കാം നിന്നെ എന്ത് ചെയ്യുക സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നീ ക്ഷമിക്കുകയാണെങ്കിൽ, അപ്പൊ റസൂൽ എന്റെ ഡ്രസ്സ് നീങ്ങി പോകുന്നതിന് വേണ്ടി അത് നീങ്ങി പോകാതിരിക്കാൻ ദുആ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നോക്ക്, ആ രോഗം കാരണത്താൽ അവർക്ക് സ്വർഗത്തിൽ പോകുന്ന സ്ത്രീ എന്ന നിലക്കാണ് റസൂൽ പരിചയം. എന്നൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഞാൻ വെച്ചാൽ നമുക്ക് കിട്ടേണ്ടത് വെച്ചാൽ നമ്മൾ എല്ലാവരും പരസ്പരമൊക്കെ ചോദിക്കണം. ഈ കത്ത് പോലാകരുത്, നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കത്തിലെഴുതിയാൽ മതി. എഴുതണ്ട, ചോദിക്കുമ്പോ അങ്ങനെ പറയണ്ട. നിങ്ങളെ കച്ചവടത്തിന് ബർക്കത്തുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയരുത്. ഉണ്ടാകട്ടെ, ബർക്കത്തുണ്ടാകട്ടെ, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് കത്ത് പോലാകരുത്. നമ്മുടെ വീട്ടിലൊക്കെ എന്താണ് നമ്മൾ ചോദിക്കണം. ഐഷാറുള്ള കുടുംബ ജീവിതത്തിലൊക്കെ ആ രീതി. അപ്പൊ ഒരു സുന്നത്ത് നമ്മൾ ഇന്ന് പഠിക്കാം. നമ്മളെന്താ പറയുക, ഇടയ്ക്കൊക്കെ വീട്ടില് റസൂൽ ചോദിക്കുന്നത്, റസൂലുള്ള ഭാര്യമാർ റസൂൽ സുന്നത്തിന്റെ വെച്ചാല് എല്ലാ ദിവസവും നിലവിൽ 9 ഭാര്യമാർ നിലവിലുണ്ട്. അപ്പൊ എല്ലാ സുബഹി കഴിഞ്ഞാലും നബി ഓരോ വീട്ടിൽ പോകും. എന്നിട്ട് ചോദിക്കും, എന്താണ് ശേഷങ്ങളൊക്കെ സുഖാണോ? അസ്ർ കഴിഞ്ഞാലും പോകും. അങ്ങനെയാണ് ആ തേൻ കുടിക്കുന്ന സംഭവമൊക്കെ വന്നത്. ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴാണ് സൈനബാറവരെ തേൻ കുടിക്കുന്ന സംഭവമൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ കുടുംബത്തോട് മാതാപിതാക്കളോട് മക്കളോടൊക്കെ സംസാരങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഇത് ഉണ്ടാകണം. മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹ് പറയുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന് അന്നഹു കാന ഇദാ ജാഅഹു അംറുൻ സുറൂർ ഔ ബുശ്ശിറ ബിഹി ഖറ സാജിദൻ ശാകിറൻ ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്, ഒരു നല്ല വാർത്ത കിട്ടിയാൽ, സന്തോഷ വാർത്തയാകാം, അതല്ലെങ്കിൽ മനസ്സിന് ആശ്വാസം ഉണ്ടാകുന്ന ഓരോരുത്തർ പല വാർത്തകളാകാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നല്ല വാർത്ത കിട്ടിയാൽ, ഒരു സന്തോഷ വാർത്ത ലഭിച്ചാൽ റസൂലുള്ളാഹി സുജൂദ് ചെയ്യും. അതാണ് ശുക്റിന്റെ സുജൂദ്. അപ്പൊ അതെന്താണ്? ഇപ്പൊ നമ്മള് വിളിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ആരെയും വിളിച്ച് മോള് പ്രസവിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇന്നാള് ഗൾഫിൽ പോവാണ്, അല്ലെങ്കിൽ പിന്നെ ആള് ഉംറയ്ക്ക് പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. നമുക്ക് സന്തോഷമുള്ള ഒരു വാർത്ത എന്തുമാകാം. ഒരു നമ്മൾ എവിടെയാണെങ്കിലും, അതായത് നമ്മൾ ഉദാഹരണം നമ്മളിപ്പോ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഷോപ്പിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ യാത്ര എവിടെയാണ്, നമുക്ക് ആ സന്തോഷ വാർത്തയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, സൗകര്യം. അതിന് പ്രത്യേകിച്ച് ഒരു ശർത്തമൊന്നുമില്ല ഇന്നത്. അപ്പൊ വേഗം എന്ത് ചെയ്യാം,
റസൂൽ സുജൂദ് ചെയ്യുമായിരുന്നതാണ്. ചെയ്തിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ ഇതെന്തിനാ ക്ലാസ് അറിയോ? അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നഷ്ടപ്പെടരുത്. അത് അല്ലാതെ ഇപ്പൊ നിങ്ങള് ഫുട്ബോൾ കുട്ടികൾക്ക് അറിയാലോ, ഫുട്ബോൾ മുഹമ്മദ് സലാഹൊക്കെ ഒരു ഗോൾ അടിച്ചാൽ എന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. അതാണ് ശുക്ർ. അത് അതിന്റെ വേറെ നിയമങ്ങൾ നമുക്ക് പിന്നെ വിശദീകരിക്കും. ഞാൻ പറഞ്ഞത് അതൊരു നന്ദിയാണ്. അള്ളാഹു നമുക്കത് ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ തൗബയുമായി ബന്ധപ്പെട്ട് 50 ദിവസം കഴിഞ്ഞിട്ടാണ് വഹി ഇറങ്ങിയത്. ആ വഹി റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ അദ്ദേഹം, കാരണം 50 ദിവസം വരെ ടെൻഷനാണ്, എന്താണ് എന്നെ ചെയ്യുമ്പോൾ ആരും സംസാരിക്കുന്നില്ല, അങ്ങനെ വിഷയം വലിയ ഹദീസാണ്. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഉടൻ സുജൂദ് ചെയ്യും. അൽഹംദുലില്ലാഹ്, വേഗം സുജൂദ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകൻ മുസൈലിമ എന്ന് പറയുന്ന കള്ളപ്രവാചകൻ പിന്നെ യമാമയിലുണ്ടായിരുന്നു. ആ യമാമയിലെ കള്ളപ്രവാചകനെ മുസ്ലിം സംഘം വധിച്ചു കളഞ്ഞു. അങ്ങനെ അവിടുന്ന് വാർത്ത കിട്ടി ആ കള്ളവാദിയായ ആ മുസൈലിമിയെ കൊന്നു. കാരണം മുസൈലിം ഭയങ്കര ദ്രോഹമായിരുന്നു ഇസ്ലാമിൽ ചെയ്തത്. ഒരുപാട് സഹാബികളെ അദ്ദേഹം കൊന്നു കളഞ്ഞു. അപ്പൊ അദ്ദേഹം കൊന്നു എന്നുള്ള വാർത്ത കിട്ടിയപ്പോ സുജൂദ് ചെയ്തു. ഇസ്ലാമിന്റെ ചില സൈന്യം അല്ലെങ്കിൽ ചില ആളുകൾ ദൈവത്തിനയക്കും. അപ്പൊ ചില ആളുകൾ അവരെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വാർത്ത കിട്ടും, വേഗം സുജൂദ് ചെയ്യും. അപ്പൊ മാത്രമേ ഉള്ളൂ, ഇത് റസൂലിന്റെ സുന്നത്താണ്. നമ്മുടെ ജീവിതം 10, 20, 30, 40, 50 വർഷം നമ്മൾ ജീവിച്ചിട്ട് ഇങ്ങനെ ജീവിതത്തിന് സുജൂദേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് മോശമല്ലേ? അല്ലെ? ശരി, 2 ബഷീറാനിയുണ്ട് അല്ലെ? മോശമല്ലേ? മോശമാണ്. അവർക്ക് ഉണ്ടാവണം. അത് നഷ്ടപ്പെട്ടു പോകുന്ന സുന്നത്താണ്. അപ്പൊ അവർക്ക് ഇതുവരെ ഒരു ഗുഡ് ന്യൂസ് കിട്ടിയിട്ടില്ലാന്നോ? അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇത്രയും വർഷമായി ജീവിച്ചിട്ട് എത്ര നല്ല നല്ല വാർത്തകൾ, എത്ര ന്യൂസുകൾ, എത്ര സന്തോഷ വാർത്ത നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ശുക്ർ ചെയ്യാൻ, അതിനല്ലാതെ നന്ദി രേഖപ്പെടുത്താൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസുകൾ സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് അത് എവിടെ നിന്നാകാം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നമുക്കറിയാം. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബു അംറുൻ സല്ല. മനസ്സിനൊരു വിഷമം ഉണ്ടായാൽ, പ്രയാസം ഉണ്ടായാൽ, ഇപ്പൊ നമ്മളൊക്കെ പല കുടുംബജീവിതം, മക്കള്, ജോലി, അല്ലെങ്കിൽ പല കാര്യങ്ങളും. അപ്പൊ നമുക്ക് ചിലപ്പോ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാണെന്നില്ല, ചിലപ്പോ പരീക്ഷണങ്ങളാകാം. അപ്പൊ മനസ്സിലൊരു വിഷമമോ സങ്കടമോ ചിലപ്പോൾ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ നിന്നൊക്കെ ഒരു വിഷമ സങ്കടം ഉണ്ടാകും. റസൂൽ വെച്ചാല് റസൂൽ വേഗം പോയി ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിക്കും. ഇത് അള്ളാഹിനോട് പറയും, സംസാരിക്കും. ആ സങ്കടങ്ങളൊക്കെ അള്ളാഹ്, എന്റെ വിഷമം അത് അള്ളാഹ് സംസാരിക്കും. അതിന് പ്രത്യേക ബാങ്ക് വെക്കാൻ പറ്റുന്നില്ല. സാധാരണ 2 റക്അത്ത് കൊടുക്കും. അപ്പൊ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ, അതായത് വിശുദ്ധ ഖുർആന്റെ ആയത്തും കൽപ്പനയും ആ രീതിയിലാണ്. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സുന്നത്ത് എന്ന് പറഞ്ഞാല്, ജീപ്പ് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടായി, എന്ത് വിഷമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? വേഗം അത് ചെയ്യണം. കാരണം നമസ്കാരം എന്നത് റസൂൽ പഠിപ്പിച്ച എന്താ? നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അതൊരു റാഹത്താണ്, മനസ്സിനൊരു സമാധാനം. ചിലപ്പോൾ ബിലാൽ അല്ലാരോട് ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി പറയും, യാ ബിലാൽ അഖിമിസ് സ്വലാത്ത്, ഇക്കാമത്ത് കൊടുക്ക്. നമുക്കൊരു റാഹത്ത് കിട്ടട്ടെ നിസ്കാരത്തില്, പക്ഷെ റാഹത്ത് വേണം. നമ്മൾ എപ്പോഴാ റാഹത്തായി എന്ന് പറയല്? നമ്മുടെ ജീവിതം നമ്മൾ ആ പദം ഉപയോഗിക്കുന്നുണ്ടാ. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയും, ആ റാഹത്തായി, തറാവിയൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ റാഹത്തായി. കഴിഞ്ഞപ്പോഴാണ് ഒരു ടിസ്റ്റ് എത്ര നമുക്ക് കഴിഞ്ഞപ്പോഴാണ് എന്താണ്? നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ചാരിയൊക്കെ ഇരിക്കാം, അൽഹംദുലില്ലാ നിസ്കാരം കഴിഞ്ഞു, റാഹത്തായി. റസൂൽ പറയുന്നത് നിസ്കാരത്തിനാണ് റസൂൽ റാഹത്ത് എന്ന്. നമുക്ക് നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് റാഹത്ത്. അപ്പൊ എവിടെയൊക്കെ ഒരു പൊരുത്തക്കേടുണ്ട്. അപ്പൊ നിസ്കാരം ആസ്വദിക്കണം. നമസ്കാരം ശരിക്കെ അത് നമുക്ക് ഒരുപാട് എനർജി, ഒരുപാട് ഈമാന്റെ വർധനവ് കിട്ടേണ്ടതുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പഴയ ആളല്ല, പുതിയൊരാളായിട്ട് മാറരുത്. ഇത് കോർത്തുവായിട്ട് ഉറങ്ങി, ചിലത് മയങ്ങി, പിന്നെ ഇതൊക്കെ നമ്മുടെ ഇബാദത്തുകളുടെ കൂലി നമ്മൾ നഷ്ടപ്പെടുത്താണ്. അപ്പൊ അതിനൊന്നും ഒന്നുകൊടുക്കുന്നതിന് മോഹം എഴുതുന്നതൊന്നും വിഷയമല്ല. അതുകൊണ്ട് തറാവീഹിന്റെ പേര് കടക്കെ റെസ്റ്റ് ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. ഇടയ്ക്ക് എന്ത് ചെയ്യും? റസൂൽ ചിലപ്പോൾ വിശ്രമിക്കും, 2 റക്അത്ത് ചിലപ്പോൾ കിടക്കും, എന്നിട്ട് വീണ്ടും മുസാഖ ചെയ്തിട്ട് വീണ്ടും, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമൊക്കെ. ഞാൻ പറഞ്ഞത് അടുത്തൊരു സുന്നത്ത്, നമ്മൾ നഷ്ടപ്പെട്ടു പോലെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്ത് നിലക്ക് ശ്രദ്ധിക്കാം. പിന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ, വിഷമം ഉണ്ടാകുമോ, ഒന്നും എടുത്ത് അള്ളാഹിനോട് സമാധാനമായിട്ട് നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കാൻ പറയാം. ഇപ്പോ
സ്വലാത്തുൽ ഇസ്തിഖാറ നിസ്കരിച്ചവരുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറ, നന്മയെ തെരഞ്ഞെടുക്കാനുള്ള നിസ്കാരം. ഇത് നിസ്കാരത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ചില നിസ്കാരം ആളുകൾക്ക് അറിയണല്ല. ഞാൻ പറഞ്ഞു ചോദിക്കുന്നൊന്നും തോന്നല്ല. ഞാൻ ക്ലാസ്സിൽ ചോദിക്കുന്നത് അറിയോ, നമ്മളൊരു റെഡിമെയ്ഡ് പ്രസംഗം പോലെ കുറെ വായിച്ചിട്ട് വന്നു വീട്ടിലെ പ്രസംഗം, അങ്ങനെയല്ല. നമുക്കൊരു സ്വാധീനം ഉണ്ടാകും. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ അത് ആ അറിവ് നമ്മുടെ ജീവിതത്തിന് സ്വാധീനമുണ്ടാകും. സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞ നിസ്കാരം നിങ്ങൾക്ക് അറിയോ? അത് കേട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ പദം സ്വലാത്തുൽ ഇസ്തിഖാറ? ഒന്ന് കേട്ടവരൊന്ന് കൈ നോക്കി. സ്വലാത്തുൽ ഇസ്തിഖാറ. അപ്പൊ ഒന്നുമില്ല, സംബന്ധം വെച്ചാൽ ചോയ്സ് വരും ജീവിതത്തിൽ. അത് പറഞ്ഞത് ജീവിതത്തിൽ ചില കാര്യം നമ്മൾ ഷോപ്പ് എടുക്കാൻ തീരുമാനിക്കും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2 ഷോപ്പുകൾ മുന്നിൽ വന്നു. ഒന്ന് NH റോഡിലാണ്, മറ്റൊന്ന് പോത്തൻരാജ് വിചാരിക്കുക. ഏത് എടുത്തിട്ട് കച്ചവടം നമുക്കറിയില്ല. നമ്മളിപ്പോ അന്വേഷിക്കും, ഒരു മുഷാവറ നടത്തും, ആളുകളോട് ചോദിക്കും എവിടെ ബിസിനസ് നല്ല ഒരു മൂവ്മെന്റ് ഉണ്ടാകുക, അല്ലെ എവിടെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാ. അല്ലെങ്കിൽ ഒരു മക്കൾക്ക് ഒരു കല്യാണം വന്നു, 2 ആലോചന വന്നു, എവിടേക്ക് നമുക്കിപ്പോ കൊടുക്കുക? 2 നല്ല ആളുകൾ ദീനീപരമായിട്ട് എല്ലാം, പക്ഷെ നമുക്ക് എവിടെ കൊടുക്കും? ചിലപ്പോൾ ഒരുമിച്ച് വന്നായിരിക്കും ആലോചനകൾ ഇതിലൊക്കെ. അപ്പൊ നമ്മൾ ചോയ്സുകൾ വരും. ഏതാണ് തെരഞ്ഞെടുപ്പ്? നമുക്കറിയില്ല ഏതിലാ ഹൈറത്. അതിനാണ് ഈ നിസ്കാരം സ്വലാത്തുൽ ഇസ്തിഖാറ. 2 റക്അത്ത് നമസ്കരിച്ച് ഒരു 5 വരി പ്രാർത്ഥന ഉണ്ട്. അതിന് കൂടെ ആ പ്രാർത്ഥന നമ്മുടെ ഹാജത്ത്, നമ്മുടെ ആവശ്യം പറയുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ ആ നിസ്കാരം കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? അതിന് മുമ്പ് ഇവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഷോപ്പ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അതങ്ങനെ തീരുമാനിക്കുക. അതാണ് സ്വലാ. അത് നമുക്ക് വരും. നമ്മുടെ പലർക്കും അറിയാത്തത് കൊണ്ടാണ്. അതിന്റെ ഒരു 4-5 ഒരു പ്രാർത്ഥന വേറുണ്ട്. അതിനുണ്ട്. ആ പ്രാർത്ഥനയുടെ ഇടയിലാണ് നമ്മുടെ ഈ ആവശ്യം പറയും. ഇതെന്റെ ദീനിനും ദുനിയാവിലും എന്റെ സംഭവം എല്ലാം ഹൈറാണെങ്കിൽ ഇതെനിക്ക് എളുപ്പമാക്കി തരികയും അതിൽ ബർക്കത്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന വരുന്നുണ്ട്. അത് സ്വലാത്തിൽ ഇതേപോലെ പറഞ്ഞത് ചില നമസ്കാരങ്ങൾ അല്ല, അത് നമുക്ക് അതായത് സിമ്പിളാണ്, വളരെ ഒന്ന്. കാരണം ഇത് നമ്മളിപ്പോ വൈദ്യസ്കാരം പോലെ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണല്ലോ. അതുകൊണ്ടാണ് ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് പ്രാഥമികമായ അറിവ് ഇങ്ങനെ എന്തിനെങ്കിലും എന്ത് ചെയ്യാ, ഒരാൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് ആ സമയം വരുമ്പോ നമ്മൾ അന്വേഷിക്കുക, പഠിക്കുക, നോക്കി ചൊല്ലുകയും ചെയ്യാം. കാരണം നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥന, നിസ്കാരത്തിനകത്തല്ല. 2 റക്അത്ത് കഴിഞ്ഞ ശേഷമാണ് ഈ ദുആ വരുന്നത്. അത് നമുക്ക് നോക്കി ചൊല്ലാം, പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇനി അടുത്തതുപോലെ തന്നെ ഇത് ഏത് മാറാൻ നമുക്ക് 2 ഹൈറാണ്. നമ്മൾ നോക്കുമ്പോൾ 2 നല്ലതാണ്. പക്ഷെ ഏത് എന്നുള്ളത് നമുക്ക് ഡൗട്ടായി. കാരണം ഭാവിയെ കുറിച്ച് അടുത്ത നിമിഷം നാളെയെ കുറിച്ച് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അപ്പോ ഇപ്പൊ ജോലിക്ക് കിട്ടാണ്. ചിലപ്പോ ചില ആളുകൾ PSC 2-3 ലിസ്റ്റുള്ള ആൾക്കാർ 3-4 ലിസ്റ്റ്. അപ്പൊ ഏതൊക്കെ സെലക്ട് ചെയ്യാം, ഇന്ന ഭാഗത്ത് സാലറി കൂടുന്നതാണ്, പക്ഷെ പോയി വരാൻ സൗകര്യം ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരും. ഇപ്പൊ നമ്മൾ ലിസ്റ്റ് വെച്ച് 5-6 ലിസ്റ്റിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് ചോദിക്കുക എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും, നിങ്ങൾ അന്വേഷിക്കുക, ഇതിലേതാ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിച്ച് അതിന്റെ നന്മ വശങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 റക്അത്ത് നിസ്കരിച്ച് തീരുമാനിക്കുക. അപ്പൊ അള്ളാഹുവിൽ ബർക്കത്ത്. അതാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അതിന്. ആ രീതിയാണ്. മറ്റൊന്ന്, ഇപ്പൊ വിത്തറ് കഴിഞ്ഞാല് ഇമാം വിത്തറ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടോ? ചെറുതായി പ്രാർത്ഥിച്ചു തോന്നു. കേട്ടു. അതാണ് ഒരു നഷ്ടപ്പെട്ടു പോകുന്ന, പല പള്ളികളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ ഇങ്ങനെയാണ്, വിത്തറിന് സബ്ബീസ് ഓതും, കുല്യാൽ കാഫിർ ഓതും, കുല്ലുഹുല്ലാഹ് ഓതും. ഓതിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വിട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ അസ്തഗ്ഫിറുല്ലാഹ് പറയും നിർബന്ധിച്ച ശേഷം. ഇവിടെ സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് 3ാമത്തെ പ്രാവശ്യം മദ് ചെയ്യുകയും യുത്തീരു നീട്ടി എന്ത് ചെയ്യും, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയണം. ഉറക്കത്തെ അത് 2 വിഷയം ശബ്ദത്തിൽ പറയണമെന്നാണ്. എല്ലാരും ഇവിടെയുള്ള മൗലവികളൊക്കെ എന്ത് ചെയ്യണം, കേൾക്കണം. മലയാളം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കായിരുന്നു. ലാംഗ്വേജ് പ്രശ്നമായതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു നമ്മുടെ പള്ളിയിൽ അതിന് മാറ്റം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും, ഇപ്പൊ ഇത് ഖിയാമത്താണ്, വീട്ടിൽ ഇപ്പൊ സ്ത്രീകളാകട്ടെ വീട്ടിൽ നിസ്കരിക്കുന്നു, അവർ ഇത്ര കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ ഇശാ കഴിഞ്ഞ് വിത്തറാക്കിയിട്ട് പോകുന്നു. ഇപ്പൊ നമുക്ക് രാത്രി നിൽക്കാൻ പറ്റില്ല. ഒരാൾ ഇശാസ്കാരം കഴിഞ്ഞ് വിത്തറാക്കിയിട്ട് പോകുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം?
അത് ഇത്രാക്കിയിട്ട് പോകുമ്പോൾ സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കിൽ, ചെറിയ പ്രാർത്ഥന, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അല്ലാണ്ട് 2 പേര്, അൽ മലിക്, അൽ ഖുദ്ദൂസ്. എത്ര പരിശുദ്ധനാകുന്നു. അത് 3-ാം പ്രാവശ്യം പറയുമ്പോ ശബ്ദത്തിലും നീട്ടിയും പറയാം, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. എല്ലാരും ഇത് റസൂൽ പറഞ്ഞു പറഞ്ഞ പിന്നെ എന്ത് ചെയ്യണം? അത് ഇമാം നിലയ്ക്ക് എന്ത് ചെയ്യണം? റസൂൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇമാം നിലയ്ക്ക്, ഇമാം നിൽക്കുന്ന ആള് കുറച്ച് ഉറക്കെ പറയാൻ എല്ലാരും കേൾക്കണല്ലോ, അതൊരു ഇല്ല. അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ഇതാണ്. അപ്പൊ നമ്മള് ഒരു മഹലിൽ പോയിട്ട് നമ്മൾ നിസ്കരിച്ച് ഇത് ചെയ്യുമ്പോ ഇവിടെ 10-45 വർഷമായിട്ട് എത്ര വണ്ടിയുമായി വന്നിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ ഒന്നും ഇത് ചെയ്തിട്ടില്ലല്ലോ. എന്തൊരു പുതിയതല്ല, ഇത് മുമ്പേ ഉള്ളതാണ്, കിതാബില് ഹദീസിലുള്ളതാണ്, ഇത് പുതിയതല്ല. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടാകാം, ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ അത് ചിലപ്പോ ഇപ്പോ നമ്മൾ ചോദിക്കാണ്, ഞാനൊക്കെ കൈവെക്കാൻ പറഞ്ഞത് വേറെ അല്ല കേട്ടോ, നിങ്ങൾ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല, അതൊന്ന് നിങ്ങൾ മോട്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കണോ ഇവിടെ വന്നിട്ട് നമ്മൾ കൈവെക്ക് ഇതാത്ത ഒന്നുമല്ല. ഇപ്പൊ നമസ്കാരത്തിന്റെ ഒരു ഭാഗമുണ്ട്, സ്വലാത്തുൽ ഇസ്തിറാഹ. നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ജുലൂസുൽ ഇസ്തിറാഹ. ജുലൂസുൽ ഇസ്തിറാഹ എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമ്മുടെ നമസ്കാരത്തിലുണ്ട്. ഈ പദങ്ങൾ കേട്ടുകൊണ്ട് പറയാം, ജുലൂസുൽ ഇസ്തിറാഹ എന്ന് പറയുന്ന ഒരു പൊസിഷൻ, ഒരു ഭാഗം നമ്മുടെ നിസ്കാരത്തിലുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത്, ഏത് നിസ്കാരമാകട്ടെ, സുന്നത്ത് നിസ്കാരം, ഫർളാൻ, അതിലുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഏതൊരു ഭാഗം? ജുലൂസുൽ ഇസ്തിറാഹ എന്ന് പറഞ്ഞത് പദത്തിന്റെ അർത്ഥം വിശ്രമത്തിന്റെ ഇരുത്തം എന്നാണ് അതിന്റെ അർത്ഥം. വിശ്രമത്തിന്റെ ഇരുത്തം. നിങ്ങൾ പറഞ്ഞു ക്ലാസ് അല്ലേ, പറഞ്ഞോളി. ഇനി ജസാക്കുമുല്ലാഹ് ഖൈർ. അതാണ് 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട് 2 സുജൂദ് കഴിഞ്ഞിട്ട് 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മളൊന്നും ഇരിക്കൂലേ? നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ എല്ലാരും ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കാത്തുണ്ട് കേട്ടോ. അതായത് 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുജൂദ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കും, എന്നിട്ട് എഴുന്നേൽക്കും. ഇനി അതുപോലെ തന്നെ 3-ാമത്തെ റക്അത്തിന് 4-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതേപോലെ നമ്മൾ ഒന്ന് ഇരുന്നടിക്കും. ഇതിനാണ് ജുലൂസുൽ ഇസ്തിറാഹ എന്ന് പറയാ. ക്ലാസ് ഉപകാരപ്പെട്ടാ? ഇല്ല, ഉപകാരപ്പെട്ടില്ലേ? എന്തെങ്കിലും ഇരിപ്പ് വേണം. നമ്മൾ പോകുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും പറയുമ്പോ എന്റെ ആവശ്യം എന്താണോ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ വീട്ടുകാർ, അല്ലേടി നീ നിസ്കരിക്കുന്നുണ്ടോ, അതേ വെച്ച് ഭാര്യമാരൊക്കെ ഇത് സംസാരിക്കണം. നമ്മൾ ബാക്കിയൊക്കെ സംസാരിക്കുക, അത്താഴത്ത് എന്താ വെച്ചിട്ടുള്ളത്, ചൂടാക്കിയോ, പൊരിച്ചോ, അന്നാഹം നോക്കുക, എന്തെല്ലാം അത് വേണ്ടാതല്ല, അതൊക്കെ വേണം. പക്ഷെ അല്പമൊക്കെ കുറച്ചൊക്കെ എന്ത് ചെയ്യാ? എടി നിനക്ക് ജുലൂസുൽ ഇസ്തിറാഹ അറിയോ? പല ജ്യൂസൊക്കെ വെക്കുന്നുണ്ട്, ഇത് ഐറ്റംസ് മാറി, ഇത് ജുലൂസാണ്, ജുലൂസുൽ ഇസ്തിറാഹ ഒക്കെ അറിയോ? അപ്പൊ ഇല്ലെങ്കിൽ ഇതാട്ടോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ദീനി സംസാരം വീട്ടിൽ വരട്ടെ, അതിന് ബർക്കത്താണ്. ഞാനത് നമ്മളെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് ഇസ്ലാമിക് പ്രോഗ്രാമൊക്കെ അടക്കാം. കുട്ടികളൊക്കെ ഇരുത്തി വീട്ടിൽ 5 കുട്ടികളും ഭാര്യയൊക്കെ മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിരിക്കണോണ്ട് ഞാൻ 10 ചോദ്യം ചോദിക്കാം, കുറച്ച് മിഠായി, എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട്, അതൊക്കെ ഒന്ന് നടക്കേണ്ട വീട്ടില്. അപ്പൊ നമുക്കെന്താ ഇനിയായ വർദ്ധനവ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ജുലൂസുൽ ഇസ്തിറാഹ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പൊ അത് ഇനി അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന മറ്റു ചില സുന്നത്ത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിനൊമ്പ് അത് പ്രത്യേകിച്ച് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണ്ട കേട്ടോ, കമ്മിറ്റിക്കാർ പറയാൻ കാരണം അത് ആ രീതിയിലാണ്. അപ്പൊ നമുക്ക് സ്വതക്കയായിട്ട് ആളുകൾ കൊണ്ടുവരും, സ്വതക്ക അല്ലെങ്കിൽ സക്കാത്ത്. മുമ്പ് ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ ഈ സക്കാത്തിനൊക്കെ ഉപയോഗിച്ച പദം സ്വതക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്, സക്കാത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അവര് കണക്കാക്കി, അതിന്റെ നിസാബ് തേഞ്ഞ് അതിന്റെ എത്രയാണ് കൊടുക്കേണ്ടത് സംഖ്യ കണക്കാക്കിയിട്ട് അവരെന്ത് ചെയ്യും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആന്റെ കൽപ്പന എന്താ വെച്ചാല്, സൂറത്ത് തൗബയിലെ ആയത്ത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, ഉണ്ടോ? ഈ സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നീ അവരിൽ നിന്നും സക്കാത്ത് കളക്ട് ചെയ്യണം. തുതക്കിറുഹും വതുസക്കീഹിം ബിഹാ, അത് അവരെ ശുദ്ധിയാക്കാനും സംസ്കരിപ്പിക്കാനുമാണ്. അടുത്തത് വസല്ലി അലൈഹിം, റസൂലേ അത് കളക്ട് ചെയ്യുന്നത് വാങ്ങുമ്പോ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്തക സക്കൻ ലഹും, നിന്റെ ദുആ പ്രാർത്ഥന അതവർക്ക് സമാധാനമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചാൽ, ഇത് റസൂലുള്ളാഹിയുടെ അമ്മ കൽപ്പിക്കാൻ ആയത്തിറക്കിയിട്ട്, നീ സക്കാത്ത് വാങ്ങിച്ചാൽ മാത്രം പോരാ, വാങ്ങിക്കുമ്പോ കൊണ്ടുതരുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? റെസീറ്റ് എഴുതി കൊടുത്താൽ പോരാ. അവരുടെ റെസീറ്റ് അല്ല, ആ റെസീറ്റ് കൊടുക്കുമ്പോ ആ തന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അന്ന് ആ പ്രാർത്ഥന പറയാൻ പോകുന്നത്. നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖനായ ഒരു സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ എന്നാണ്. അപ്പൊ അബി ഔഫ എന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ സക്കാത്ത് മുതലായിട്ട് വന്നു, നബി ഇതാന്റെ സക്കാത്ത്. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി ഔഫ അവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരായതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും പഠിക്കുന്നുള്ളൂ, അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി. ബാക്കി പേര് ചേർക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ റിബിലാണ് കൊടുക്കും വിചാരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി റിബിൽ. പഠിച്ചില്ലേ? കമ്മിറ്റിക്കാരെ പഠിച്ചില്ലേ? ആരാ റസീദ് എഴുതാണ്? ആരും എഴുതാനും ശരി അത് പറയണം. അങ്ങനെ ഞാൻ പിന്നെ ക്ലാസ് എടുക്കുന്നത് അത് സ്വീകരിക്കട്ടെ, നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാണ്, അത് സ്വീകരിക്കും. അതെന്തായാലും നമ്മൾ പ്രാർത്ഥന കോമൺ, അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഇത് സുന്നത്താണ്, ഇത് റസൂലുള്ളാഹി അള്ളാഹ് കൽപ്പിച്ചൊരു വിഷയമാണ്. നബിയോട് കാര്യം കൽപ്പിച്ചു പറഞ്ഞാൽ പിന്നെ നമുക്ക് ബാധകമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാ പ്രാർത്ഥന? അല്ലാഹുമ്മ സ്വല്ലി അലാ. അപ്പൊ നമ്മൾ സക്കാത്തിന്റെ ഈ ആനിൽ നിന്ന് ഇൻകം ഒക്കെ നമുക്ക് നോട്ടീസ് അടിച്ചിറക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ താഴെ എന്ത് ചെയ്യാം? മൊത്തം ആളുകൾക്ക് കൂടി ദുആ ചെയ്തൊരു പ്രാർത്ഥനയ്ക്ക് ഇത് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി തരുമ്പോ അതിപ്പോ സ്വതക്കാണെങ്കിൽ എന്തായാലും കേട്ടോ, അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി, ആരാണോ പേര് അവരുടെ പേര് പറയാം, അവരുടെ കുടുംബത്തിന് അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പഠിച്ചില്ലേ? അല്ലാഹുമ്മ എല്ലാവർക്കും പറയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി. ആലി അവരുടെ കുടുംബം പേര് ചേർക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ മുഹമ്മദ് ആണെങ്കിൽ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി മുഹമ്മദ്. മുഹമ്മദിന്റെ പേര് അഹമ്മദ് ആണെങ്കിൽ അഹമ്മദ്, അതെന്താണോ പേര് അത് അങ്ങനെ ചേർക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അവര് ശരിക്കും സുബ്ഹാനല്ലാഹ് അവര് വലിയ ഈമാനിന്റെ നിറകുടങ്ങളാണ്. കാരണം സമ്പത്ത് എന്നുള്ളത് സ്വതക്കത്ത് ബുർഹാൻ, സക്കാത്ത് ബുർഹാൻ. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഈമാനുണ്ട് എന്നതിന്റെ എവിഡൻസ് ആണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് കാരണം ഈ സ്വതക്ക എന്നുള്ള പദം സിദ്ഖ് എന്നുള്ള പദത്തിൽ വന്നാണ്. സത്യസന്ധ, ഞാൻ എനിക്ക് അല്ലാഹുണ്ട്, പരലോകമുണ്ട്, പരലോക കൂലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം അത്രയും നല്ല മനുഷ്യനാണ്. സ്വതക്ക ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് പോവുകയാണ്. പക്ഷേ ഈ പോകുന്ന എനിക്ക് അള്ള തിരിച്ചു തരും, എനിക്ക് ഇവിടെയും പരലോകത്തൊക്കെ തിരിച്ചു തരുന്ന പൂർണ്ണ ഉറപ്പോടുകൂടിയാണ് നൽകുന്നത്. അതാണ് അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ അത്തരം സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം. ഞാൻ കുറെ ഹദീസുണ്ട്, നമുക്ക് ഒരുപാട് സമയമായിട്ട് ഞാൻ എന്താ അറിയാം, പിന്നെ ക്ലാസ്സിന്റെ ഒരു എന്താ പറയാ, അപ്പോ പിന്നെ സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തണം എന്നാണ് പറയുന്ന ആളുകൾ. അപ്പൊ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സുകൾ വരുമല്ലോ. അപ്പൊ ഈ കിട്ടിയ ഇൽമുകൾ നമുക്ക് എന്റെ ആവശ്യമാണ്. എന്റെ ക്ലാസ്സിൽ ഒന്ന് നമ്മളിത് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ ചെയ്ത്. രണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ വീട്ടുകാരോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, നമ്മുടെ പരിചയക്കാർ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ദീനി വരണം ഇങ്ങനെയുണ്ടോ നമ്മൾ ഷെയർ ചെയ്യാം. അതിനിപ്പോ ഇത് പറ്റില്ലെങ്കിൽ ക്ലാസ്സിന് ഷെയർ ചെയ്തോളി, ഏതെങ്കിലും ഗ്രൂപ്പ് കിട്ടിയോളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായവരായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു നികത്തുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദുനിയാവിൽ ജീവിക്കാനും കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ഇവിടെ പറയാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ആരോഗ്യത്തിനും കുടുംബജീവിതത്തിനും സമ്പത്തിനും ഖൈറും ബറക്കത്തും നിഅമത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ ദുആ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.